കുത്തൊഴുക്കാണ് നദിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രമേൽ ശക്തമായി നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മഴയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഈ രക്ഷാപ്രവർത്തനത്തിൽ അത്രമേൽ ആവശ്യമുള്ളതാണ്, അത്രമേൽ പ്രതീക്ഷ നൽകുന്നതാണ്. അതാണിപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. മഴയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഈ ഒരു എപ്പോൾ പുനരാരംഭിക്കും? അത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ഏതാണ്ട് ഉച്ച മുതൽ ആരംഭിച്ച മഴയാണ്. ആ മഴ ഇപ്പോഴും തുടരുന്നു. അതിനൊരു മാറ്റവുമില്ല. അല്പം പോലും മഴയ്ക്ക് ശമനം ഇല്ല എന്നതാണ്. അതായത് മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമില്ല. അത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഈ ബെയിലി പാലമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം. അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ബെയിലി പാലം എന്ന് പറയുമ്പോൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന പാലമാണ്. അതിന്റെ ഏറ്റവും ഒത്ത നടുക്ക് ഒരു തൂണുണ്ടാവും, ഒരു പില്ലറുണ്ടാവും. ആ പില്ലറിന്റെ നിർമ്മാണം ഏതാണ്ട് പകുതി വഴിയിൽ വെച്ച് ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് പൂർണ്ണ തോതിൽ ആ പില്ലർ പണിത് ഉയർത്താൻ ഈ മഴ പുഴയിലെ കുത്തൊഴുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി വരുന്നത്. അതായത് നേരത്തെ പുഴയിൽ ജലനിരപ്പ് എത്രയായിരുന്നു അത് മാത്രമല്ല, ഇപ്പോൾ കരയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം കരയിലേക്ക് എത്തുന്നത് ഈ പാലത്തിന്റെ പില്ലർ നിർമ്മാണത്തെ അടക്കം ബാധിച്ചു. എങ്ങനെയാണ്? അപ്പോൾ ഒരു പില്ലറാണുള്ളത്. ആ പില്ലറിന്റെ നിർമ്മാണം ഏതാണ്ട് പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്. നേരത്തെ ഇങ്ങനെയായിരുന്നില്ല, ജലനിരപ്പ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അതിവേഗം നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സൈന്യത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ ഈ ഉപകരണങ്ങൾ, അതായത് ഇരുമ്പിന്റെ തൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത്. അതേപോലെ കുറെ ഉപകരണങ്ങൾ ഇപ്പോൾ വാഹനത്തിലെത്തി. പക്ഷെ അതൊന്നും ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. എത്തിച്ചതിന് ശേഷം പില്ലർ പണി, അതായത് പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ആ രീതിയിൽ കുത്തൊഴുക്കും ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മൾ നേരത്തെ രാവിലെ കണ്ടതുപോലെയല്ല ഇപ്പോഴത്തെ പുഴ. ശാന്തമായി ഒഴുകുന്ന പുഴ രാവിലെ നമ്മൾ കണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. രൗദ്രഭാവത്തോടുകൂടിയാണ് പുഴ ഒഴുകുന്നത്. ചെളി കലർന്ന നിറമാണ്. അതുമാത്രമല്ല, പുഴയുടെ വീതി ഓരോ നിമിഷവും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ട് പുഴയുടെ വീതി കുറച്ചുകൂടി നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ മഴ ശക്തമായി തുടരുന്നതും ഒപ്പം കുത്തൊഴുക്ക് ഉണ്ടാകുന്നതും ഈ പാലം പണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ മഴ കുറയണം. മഴ കുറഞ്ഞാൽ മാത്രം പുഴയിലെ കുത്തൊഴുക്കിന് കുറവ് വരണം. ഒപ്പം ജലനിരപ്പും കുറയണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാലം പണിയുക, അല്ലെങ്കിൽ അത് പൂർണ്ണതോതിൽ പൂർത്തീകരിക്കുക എന്നത്. ഒപ്പം തന്നെ ഒരു വശത്ത് ഈ JCB ഉപയോഗിച്ച്, അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഒരു വശത്ത് തറ നിരപ്പാക്കുന്ന പ്രവൃത്തി ഇന്ന് രാവിലെ നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് വലിയ രീതിയിൽ കുത്തൊഴുക്കുണ്ടാവുകയും ഈ പറയുന്ന മണ്ണുമാന്തി യന്ത്രത്തിന് പുഴയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അവിടുന്ന് മണ്ണുമാന്തി യന്ത്രം മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, രക്ഷാപ്രവർത്തകരടക്കം, അതായത് സാധാരണ പരിക്ക് പറ്റുന്നവരോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ മാത്രമല്ല, ആരാണെങ്കിലും ഈ കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകണമെങ്കിൽ ഇത് മാത്രമായി ഒരു മാർഗമായി മാറി. ഇങ്ങോട്ട് രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഈ റോപ്പ് വേയിൽ, അതായത് വടം കെട്ടി കയർ കെട്ടി മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ ഇങ്ങോട്ടേക്കും പോകാൻ രക്ഷാപ്രവർത്തകർക്കും കഴിയുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു എന്നതാണ്. അത് പരിഹരിക്കണമെന്ന് തീർച്ചയായും കാലാവസ്ഥ കഴിയണം, മഴ കുറയണം, കുത്തൊഴുക്ക് ഇതിനേക്കാൾ കുറേയധികം കുറയണം. എന്നാൽ മാത്രമായിരിക്കും പില്ലറിന്റെ പണി, തൂണിന്റെ പണി നല്ല രീതിയിൽ പുരോഗമിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടി പുഴയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ പാലം പണി ഇത് വെച്ചിരിക്കുന്നത് പുഴയുടെ അരികിലേക്ക് വരികയാണ്. ഇനി അങ്ങോട്ടേക്ക് പാലം പണിയേണ്ടതുണ്ട്. അപ്പോൾ കുത്തൊഴുക്ക് അത് വലിയ രീതിയിൽ നിർമ്മാണത്തെ ബാധിക്കും. മറുവശത്ത് ഇപ്പോൾ ഇവിടെ ഈ പുഴയുടെ ഒരു വശം പാലം പണിത് ഒരു വശം അതിന്റെ തീരം ലെവലാണ്, അത് നിരപ്പാക്കി ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറുവശം അങ്ങനെയല്ല. മറുവശത്തെ റോഡടക്കം ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപയോഗിച്ച് അവിടെ നിരപ്പാക്കി ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പാലം പൂർണ്ണമായി പണിയുക. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ
ഈ മണ്ണുമാന്ത യന്ത്രം ഉപയോഗിച്ച് അവിടെ കുഴിയിൽ യന്ത്രം വെച്ചുകൊണ്ട് ഈ ഉയർന്ന മറ്റ് തട്ടുപ്രദേശം, അതായത് പുഴയോരം എന്ന് പറയുന്ന സ്ഥലത്ത് നിരപ്പാക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണം. പക്ഷെ അത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്നതാണ്, അത് കാലാവസ്ഥ തന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രതിസന്ധി. മാത്രമല്ല ഇപ്പോൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി ഈ പറയുന്ന മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്ക് ചൂരൽമലയിൽ നിന്നും പോകാൻ കഴിയുന്നില്ല എന്നതാണ്. അവിടുന്ന് ആളുകൾ രാത്രിയാണ്, വെളിച്ചമില്ല, കറണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് കുറേയധികം ആളുകൾക്കെങ്കിലും ഇപ്പുറത്തേക്ക് വരണം, അതായത് ചൂരൽമലയിലേക്ക് വരണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിനിപ്പോൾ രക്ഷാപ്രവർത്തകരായിക്കോട്ടെ, മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഈ മുണ്ടക്കൈ മേഖലയിലുള്ളവർക്ക് തിരികെ ഇങ്ങോട്ടേക്ക് വരാൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് റോപ്പ് വേയാണ്. അത് ഈ കയർ കെട്ടി വടം കെട്ടി കിടക്കാൻ മറുകരയിലുള്ളവർ, മറുകരയിൽ ഇപ്പോൾ ധാരാളം ആളുകളെ നമുക്ക് ധാരാളം ആളുകൾ ഈ മറുകരയിൽ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ആ സ്ഥലത്തുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരിക, സൈന്യമുണ്ട് അവിടെ, NDRF ആളുകളുണ്ട്, അഗ്നിരക്ഷാ സേനയുടെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ആ കരയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെ ഫെലിക്സ് അവിടെ ഒറ്റപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ അങ്ങനെ നിൽക്കുന്നത് എത്രത്തോളം അപകടകരമാണ്? ഇനിയും അവിടെ അപകട സാധ്യതയുണ്ടോ, അപകട ഭീഷണിയുണ്ടോ മഴ കനക്കുമ്പോൾ? ആളുകളെ ഈ കരയ്ക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സൈന്യത്തിന്റെ ആളുകൾ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമം സൈന്യത്തിന്റെ ആളുകൾ നടത്തുന്നുണ്ട്. അവർക്കത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശേഷിക്കുന്ന ആളുകളെയും ഈ പുഴയ്ക്കപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒഴുക്കുള്ള പുഴയാണ്, പക്ഷെ ഒഴുക്കില്ലാത്തൊരു ഭാഗത്തുകൂടി ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാൻ ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും അങ്ങനെ അത് എളുപ്പമാണെങ്കിൽ തീർച്ചയായും ആളുകൾക്ക് മറുകരയിലേക്ക് എത്താം. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോകുക, അവിടേക്ക് എത്തുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അത് മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. പക്ഷെ സൈന്യത്തിന്റെ ആളുകൾ ആ വഴിക്ക് JCB ഓപ്പറേറ്റർ എത്രയും പെട്ടെന്ന് JCBയുടെ അടുത്ത് എത്തേണ്ടതാണ്. മറുകരയിലേക്ക് കടക്കുന്ന ശ്രമമാണ് സൈനികർ നടത്തുന്നത്. അതിനുശേഷം തീർച്ചയായും ബാക്കിയുള്ള ആളുകളെ ഇപ്പോഴിതാ ചൂരൽമലയിൽ മുണ്ടക്കയത്ത് നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അത് അതീവ ദുഷ്കരമായി തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നു. കുത്തൊഴുക്കാണ് നദിയിൽ. ഈ ഒഴുക്കിൽ നിന്നും ഈ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് ആളുകളെ എത്തിക്കാനാകുന്നില്ല. ഒപ്പം തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണമായിരുന്നു ഇതിലേക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ പാലത്തിന്റെ നിർമ്മാണം നടന്നാൽ പിന്നീട് ദ്രുതഗതിയിൽ മുന്നോട്ട് പോകും കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. മഴ കാരണം, ഒഴുക്ക് കാരണം പാലത്തിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാകുന്നില്ലെന്ന് സൈന്യം അറിയിച്ചിരിക്കുന്നു. വീണ്ടും ഒറ്റപ്പെടുകയാണ് മുണ്ടക്കൈ എന്നുള്ളതാണ്. ഒപ്പം അക്കരെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരുപാട് ആളുകൾ അക്കരെയുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിക്കുമെന്നുൾപ്പെടെ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. അതിന്റെ സാധ്യതകൾ തേടുകയാണ് സൈന്യം എന്നാണ് മനസ്സിലാക്കുന്നത്.